വിശദമായി നോക്കാം. ആലപ്പുഴയിൽ ബി.ജെ.പി കോൺഗ്രസ് ധാരണയെന്ന് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എ.എം. ആരിഫ് മീഡിയ വൺ ദേശീയപാതയിൽ. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് നേടിയെടുക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. കെ.സിയെ ജയിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് ബി.ജെ.പി മറിക്കും. ആലപ്പുഴയിലെ എൽ.ഡി.എഫ് ജയം മറ്റിടങ്ങളിലും ആവർത്തിക്കുമെന്നും ആരിഫ് മീഡിയ വൺ ദേശീയപാതയിൽ പറഞ്ഞു. നമസ്കാരം. ദേശീയപാത ആലപ്പുഴ മണ്ഡലത്തിലാണ്. എൽ.ഡി.എഫിന്റെ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റി ഓഫീസ്, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്, അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എ.എം. ആരിഫ് എം.പി ചേരുകയാണ്. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? ഗംഭീരമായിട്ട് പോകുന്നു. ഇതിനിടയിൽ ഈ നോമ്പും ചൂടും എല്ലാം കൂടിയിട്ടുള്ള ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും ഒന്നും വകവയ്ക്കാതൊക്കെ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ഇപ്പോൾ ഒരു കനൽ ഒരു തരി മതി എന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് എത്തിച്ച ഒരു വിജയമായിരുന്നു. അപ്പോൾ ആ കനൽ ഒരു തരി ഇനി ആളി പടരുമോ? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആളി പടരും എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകും എൽ.ഡി.എഫിന് അനുകൂലമായി. ആലപ്പുഴ അതിലൊന്നാകുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായും 100% ഉറപ്പാണ്. ആലപ്പുഴയും ആ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ മത്സരം കുറച്ചുകൂടി കടുത്തതായോ? ഇപ്പോൾ കെ.സി. വേണുഗോപാൽ തന്നെ വന്ന് മത്സരിക്കുമ്പോൾ അവർ ഒന്നും കാണാതെ അത് ചെയ്യില്ലല്ലോ. ഞാൻ 2019 അദ്ദേഹത്തോട് മത്സരിക്കാനാണ് എൽ.ഡി.എഫ് തീരുമാനിച്ചത്. അദ്ദേഹം ഭാരിച്ച ഉത്തരവാദിത്വം പറഞ്ഞാണ് മത്സരിക്കാതിരുന്നത്. ഇപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തമൊക്കെ കുറഞ്ഞു കാണുമായിരിക്കും. ഒരുപാട് പേര് പോയില്ലേ ആ പാർട്ടിയിൽ നിന്ന്. ഉത്തരവാദിത്തത്തിൽ കുറച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി അദ്ദേഹം നിർവഹിച്ച് ഒരുപാട് പേര് പോയി. അതുകൊണ്ടായിരിക്കും ഇനി പോകുന്നത്. എന്തായാലും ഞാനതിന് കുറച്ച് കാണുന്നില്ല. ഗൗരവത്തോടു കൂടി തന്നെയാണ് മത്സരത്തെ കാണുന്നത്. പിന്നെ പ്രഗത്ഭരെന്ന് പറയുമ്പോൾ ഞാൻ 2006 മത്സരിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭയോടാണ്, ഗൗരിയമ്മയോടാണ് മത്സരിച്ചത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസും CPM-ഉം ഒക്കെ. പക്ഷേ ആ മുന്നണിക്കുള്ളിൽ തന്നെ ഒരു പ്രധാന റോൾ വഹിക്കുന്ന ഒരാളെയാണ് CPM നേരിടുന്നത്, അല്ലേ? അതിൻ്റെ ഒരു വൈരുദ്ധ്യം ജനങ്ങൾക്ക് തോന്നുമോ? സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്, CPM-ഉം ദേശീയ പാർട്ടിയാണ്. പക്ഷേ CPM-ന് അതിൻ്റെതായ ചെറിയ പോക്കറ്റുകളാണുള്ളത്. അല്ലാതെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ശക്തിയായിട്ടുള്ള പാർട്ടിയൊന്നുമല്ല. കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ രാഹുൽ ഗാന്ധിക്കും മറ്റുമൊക്കെ മത്സരിച്ചുകൊണ്ട് BJP-യോട് ഏറ്റുമുട്ടുന്ന ഒരു പ്രസ്ഥാനം എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. ഏതെങ്കിലും ഒരു BJP ബെൽറ്റിൽ ഒരു മത്സരമെങ്കിലും സംഘടിപ്പിക്കാറ്. ഇപ്പോൾ BJP ബെൽറ്റിൽ നിന്ന് പൂർണ്ണമായും കളവൊഴിഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കെ.സി. മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ MP-യെ കുറയ്ക്കും. രാജസ്ഥാനിൽ നിന്നൊരു രാജ്യസഭാ MP ഇവിടെ വന്ന് മത്സരിക്കുന്നതോടുകൂടി ആ സ്ഥാനം പോവും. അത് വിജയിച്ചാൽ, അല്ലേ? അതാണല്ലോ അതിൻ്റെ പോയിന്റ്. വിജയിച്ചാൽ അങ്ങനെ ഒരു രാജ്യസഭാ MP-യെ കുറയ്ക്കാൻ സമ്മതിക്കുമോ ആലപ്പുഴക്കാർ? ഇല്ല, ഒരിക്കലുമില്ല. ആ രാജ്യസഭാ സ്ഥാനത്ത് തന്നെ നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊക്കെ പറഞ്ഞു നടക്കുന്ന കേന്ദ്രമന്ത്രിയാകാമോ? പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് ഇപ്പോൾ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കേന്ദ്രമന്ത്രിയാകുന്നതിന് ലോക്സഭ മത്സരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മൻമോഹൻ സിംഗ് എവിടെയെങ്കിലും ലോക്സഭ മത്സരിച്ചിട്ടുണ്ടോ? നിർമ്മലാ സീതാരാമൻ മത്സരിച്ചിട്ടുണ്ടാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി അങ്ങനെ ആയിക്കോട്ടെ, അത്രയും നല്ലതാണ്. ഇപ്പോൾ ആലപ്പുഴക്കാർക്ക് 2 MP കിട്ടുന്നതാണ് നല്ലത്. ഒന്ന് ലോക്സഭയിലും ഒന്ന് രാജ്യസഭയിലും. അതങ്ങനെ തന്നെ തുടരുമെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും അത് ആലപ്പുഴക്കാർ ബാക്കിയുള്ളവരാണെങ്കിൽ അതാണ് വേണ്ടത്. ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം വന്നിട്ടുണ്ടോ ശോഭയുടെ വരവോടുകൂടി? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ അവർ BJP-ക്ക് കുറച്ച് വോട്ടുണ്ട്. പക്ഷെ ആ വോട്ട് അത്രയും കിട്ടത്തില്ല. കാര്യം ചില അട്ടിമറികൾ അതിൻ്റെ പിന്നിൽ ഉണ്ട്. കാര്യം ഈ രാജസ്ഥാൻ കേസ് തന്നെയാണ്. രാജസ്ഥാനിൽ നിന്നൊരു BJP മെമ്പറെ അവർക്ക് അത്യാവശ്യമാണ്. രാജ്യസഭയിൽ BJP-ക്ക് 4 സീറ്റിൻ്റെ കുറവുണ്ടല്ലോ. അപ്പം അത് പരിഹരിച്ചെടുക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇപ്പം ബഹുമാന്യായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വളരെ സീരിയസ് ആയ ചില അലിഗേഷൻ ശ്രീ കെ.സി. വേണുഗോപാലുമായി ബന്ധപ്പെട്ട് ഹോം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മീഡിയക്കാരോടെല്ലാം അവർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ പെറ്റീഷൻ അമിത്ഷായുടെ കയ്യിൽ കിട്ടിയാൽ അമിത്ഷായെ പോലെ ഇത്രയും വലിയ വളരെ കുശാഗ്രബുദ്ധിക്കാരനായ ഒരു പൊളിറ്റീഷ്യൻ്റെ കയ്യിൽ കോൺഗ്രസിൻ്റെ ഓർഗനൈസേഷൻ സെക്രട്ടറിയെക്കുറിച്ചൊരു പരാതി കിട്ടിയാൽ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് പിറ്റേ ദിവസം തന്നെ ആ നിമിഷം ED-ക്ക് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ കത്ത് ഉപയോഗിക്കും. രണ്ടാമത്തത് ഉപയോഗിക്കുന്നതും രാജസ്ഥാനുമായിട്ട് കൂട്ടി വായിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ഇത് കഴിയുമ്പോൾ ഒരു പത്രസമ്മേളനം ഇലക്ഷൻ കഴിയുമ്പോൾ വിളിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് സൂചിപ്പിക്കുന്നത്? ചില അവരെ അട്ടിമറിച്ചു എന്നൊക്കെയുള്ള പരാതികൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. വോട്ട് അങ്ങോട്ട് പോകുന്നതാണോ? 101% അത് പ്ലാൻഡ് അല്ലേ? വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് ഇവിടെയല്ല, ലോക്സഭയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ നിന്ന് കുറച്ച് വോട്ട് കിട്ടിയിട്ട് സീറ്റ് കിട്ടിയിട്ടല്ലല്ലോ അവർ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത്. രാജ്യസഭയാണ് അവരെ സംബന്ധിച്ച് നിർണായകം. ആ നിർണായക സ്ഥലത്ത് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഈ നിങ്ങൾ ബഹുമാന്യായ ശോഭാ സുരേന്ദ്രൻ്റെ കത്തും KCയുടെ രംഗപ്രവേശനവും രാജസ്ഥാനിൽ വരുന്ന ഒഴിവും 4 സീറ്റിൻ്റെ കുറവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, അതിലേക്കൊന്നും പോവാതിരിക്കട്ടെ. കാരണം ഒരു തരി ഒന്നുമില്ല, അതിനെ അതിജീവിച്ചുള്ള വിജയം ഇവിടെ ഉണ്ടാവും. അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും ശ്രീ ആരിഫ്. ഓക്കെ.